നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് സിനിമ നിർമ്മിച്ച് ഡിനു തോമസ് ഈലൻ തിരക്കഥ എഴുതി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ബിജു മേനോനും ജോജു ജോർജും അഭിനയിച്ച ലെനയൊക്കെ അഭിനയിച്ച വലതുവശത്തെ കള്ളൻ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത വലതുവശത്തെ കള്ളൻ ഇതൊരു സസ്പെൻസ് ത്രില്ലർ സിനിമയാണ്. ആദിമധ്യാന്തം കണ്ടിരിക്കാവുന്ന ഒരു നല്ല സിനിമയാണ് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത വലതുവശത്തെ കള്ളൻ എന്നുള്ളത്. തിരക്കഥാകൃത്തും സംവിധായകനും അഭിനേതാക്കളും ക്യാമറമാനും എഡിറ്ററും ഒക്കെ ഗംഭീരമായി പെർഫോമൻസ് ചെയ്ത ഒരു സിനിമ. തുടരും എന്ന സിനിമയ്ക്ക് ശേഷം കാണുന്ന ഒരു നല്ല സിനിമ. ഇവിടെ CI ആൻ്റണി ആയിട്ട് എത്തുന്നത് ബിജു മേനോനാണ്. സാമുവലായിട്ട് വരുന്നത് സാമായിട്ട് വരുന്നത് ജോജു ജോർജാണ്. ജോജു ജോർജിൻ്റെ ഒരു വ്യത്യസ്തമായ വേഷം എന്നൊന്നും അല്ല പറയുന്നത്. ജോജു ജോർജിൻ്റെ വേഷം വ്യത്യസ്തമാണോ, ബിജു മേനോൻ്റെ വേഷം വ്യത്യസ്തമാണോ എന്നൊന്നും അല്ല ഇവിടെ പറയുന്നത്. വ്യത്യസ്തമായാലും അല്ലെങ്കിലും നമുക്ക് ഒരു നല്ല സിനിമാനുഭവം തരാനായിട്ട് ജിത്തു ജോസഫിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ സൂപ്പർ സിനിമയാണ് എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്താൻ ഇടയായത്. ആരോ ചോദിച്ചു, തിയേറ്ററിൽ നിന്നും പടം കണ്ടിറങ്ങിയ സമയത്ത് ആരോ ചോദിച്ചു, എങ്ങനെയുണ്ട് ചേട്ടാ ഈ സിനിമ? സൂപ്പർ എന്നായിരുന്നു മറുപടി, ഞാൻ കൊടുത്ത മറുപടി. അവസാനത്തെ ആ രംഗത്ത് ഇടനാഴിയിലൂടെ, അപ്പുറത്ത് വെളിച്ചം വീണ ഇടനാഴിയിലൂടെ കുറ്റം സ്വയം ഏറ്റെടുത്ത് നടന്ന് നീങ്ങുന്ന ആ പോലീസ് ഓഫീസർ CI ആൻ്റണിയെ ഒരു ദുഃഖചിത്രമായിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. സിനിമ ആസ്വദിക്കാൻ അറിയാവുന്ന ആൾക്കാരാണ് ഈ സിനിമ കാണുന്നത് എങ്കിൽ തുടങ്ങുന്നതും ആൻ്റണിയിൽ തന്നെ അവസാനിക്കുന്നതും ആൻ്റണിയിൽ തന്നെ. ആദിമധ്യാന്ത പൊരുത്തമുള്ള ഒരു സിനിമയാണ് ഈ സിനിമ. അപ്പോഴാണല്ലോ അത് ആസ്വാദികരമാവുള്ളൂ. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തിരക്കഥയിൽ ഒരു അണുവിട പോലും കോംപ്രമൈസ് ചെയ്യാതെ, ഒന്നിനോടും ഒരു കോംപ്രമൈസും ചെയ്യാതെ തിരക്കഥാകൃത്ത് തൻ്റെ ഭാഗം ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. സംവിധായകൻ അതിലേറെ ഭംഗിയായി തൻ്റെ ഭാഗം നിർവഹിച്ചിട്ടുണ്ട്. ക്യാമറമാൻ സതീഷ് കുറുപ്പായാലും എഡിറ്ററായാലും, ഈ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് VS വൈശാഖാണ്. വൈശാഖാണെങ്കിൽ പോലും യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസ്. ഇപ്പം എഡിറ്ററെ സംബന്ധിച്ച് എഡിറ്റർ ഒരു ടെക്നീഷ്യനാണ്. അവിടെ സംവിധായകൻ്റെ നിർദ്ദേശാനുസരണം ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഛായാഗ്രഹണം വേണ്ടത്ര വെളിച്ചം കൊടുത്തുകൊണ്ട്, എല്ലായിടത്തും ആവശ്യത്തിനുള്ള വെളിച്ചവും ഇരുട്ടും ഒക്കെ കൊടുത്തുകൊണ്ട് ആ ഒരു അവരോഹണ ക്രമം കീപ്പപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സിനിമാറ്റോഗ്രാഫർ സതീഷ് കുറുപ്പിന് സാധിച്ചിട്ടുണ്ട്. ആദ്യം ഒരു പാട്ട് കേൾപ്പിക്കപ്പെട്ടു. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പാട്ടെന്താണ്, വരി എന്താണ്, അർത്ഥമെന്താണ് എന്നൊന്നും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാലത്താണ് മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. വരികൾക്കൊന്നും ഒരർത്ഥവും വേണ്ട, സംഗീതത്തിനും വേണ്ട ഒരർത്ഥം എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അരോചകമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് മലയാള സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലേക്കാണ് ഇവിടെ ഈ പാട്ടുമായിട്ട് ഈ ചലച്ചിത്ര പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ കേൾക്കാൻ കൊള്ളാവുന്ന സിനിമയുടെ തീമിനനുസരിച്ചിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ആ പാട്ട്.
ആ പാട്ട് രംഗത്തിൽ വരുന്ന ആളുകളും ആ ക്യാമറ വർക്കും ആ സംവിധാനവും എഡിറ്റിങ്ങും എല്ലാം നന്നായി. സിനിമ ആകെ മൊത്തം നന്നായി എന്ന് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് ഈ സിനിമ സൂപ്പർ എന്ന് പറഞ്ഞത്. സിനിമ സൂപ്പർ എന്ന് പറയാനുണ്ടായ കാരണം അതുതന്നെയാണ്. ഇവിടെ ഈ CI ആൻ്റണി ഐസക് ഒരു കൈക്കൂലിക്കാരനാണ്. അദ്ദേഹം നല്ല ആളുകൾക്ക് വേണ്ടിയിട്ട് തുടക്കത്തിൽ കാണിക്കുമ്പോൾ ദീപ്തി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, സ്കൂൾ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് രാജീവ് എന്ന ഒരു കഥാപാത്രത്തെ പറ്റി പറഞ്ഞിട്ട് അയാൾ തന്നെ ശല്യം ചെയ്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോലും അവിടെ നിന്നും ഒക്കെ ഒരു പണക്കാരൻ്റെ ഒരു സംവിധാനത്തിലാണ് രാജീവ് നിൽക്കുന്നത്. ആ രാജീവിന് വേണ്ടി ഈ കേസിനെ വളച്ചൊടിക്കുകയാണ് ഈ CI ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഐറിൻ സാമുവലിൻ്റെ കാര്യത്തിലും. ഐറിൻ സാമുവൽ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ കാണാനില്ല എന്നും പറഞ്ഞ് ചെല്ലുന്ന സമയത്തും ഇയാളങ്ങനെ തന്നെയാണ് പെരുമാറിയത്. ഇടയ്ക്ക് ഇൻ്റർവെൽ ആയിക്കഴിഞ്ഞപ്പോൾ ഈ അന്വേഷണം ഒക്കെ ഒരു പരിധിയിലേക്ക് പോകുന്ന സമയത്ത് ഈ സാമുവൽ രാജീവിനെ കൊന്നു എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ വന്ന സമയത്ത് അവിടെ ഒരു ഇൻ്റർവെൽ, അയാളവിടെ മരിച്ചു വീഴുകയാണല്ലോ ചെയ്യുന്നത്. അയാളവിടെ ഈ സാമുവൽ എന്ന കഥാപാത്രം അവിടെ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് ഇനി എങ്ങനെ ഈ കഥ മുന്നോട്ട് പോകും? കാരണം കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് സാമുവൽ എന്ന് പറയുന്ന കഥാപാത്രം. ആ കഥാപാത്രം മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെ പോകും എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രേക്ഷകൻ്റെ ആശങ്ക. അതിനെയൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ, അത്ഭുതമാണല്ലോ വേണ്ടത്. ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ, ഒരു കലാരൂപം കണ്ടു കഴിയുമ്പോൾ നമുക്ക് അത്ഭുതമുണ്ടാവണം. ആ അത്ഭുതം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഏകാഗ്രത തരണം, കലാസൃഷ്ടി നമുക്ക് ഏകാഗ്രത തരണം. അതിവിടെ സംഭവിക്കുന്നുണ്ട്. ആ ഏകാഗ്രമായിരുന്ന് നമുക്ക് ആ 2 മണിക്കൂർ നേരം നമുക്ക് ഈ സിനിമ വാച്ച് ചെയ്യാനായിട്ട് 136 മിനിറ്റ് സമയം നമുക്ക് ഈ സിനിമ വാച്ച് ചെയ്യാനായിട്ടുള്ള അവസരം സംവിധായകൻ തരുന്നുണ്ട്. ആളുകൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഇതനുസരിച്ച്. ഇയാളൊരു ഹാക്കറായിരുന്നു എന്ന് അയാളുടെ മകൾ ഐറീനോട് അയാൾ സമ്മതിക്കുന്നുണ്ട്. ഒരു പ്രൈവറ്റ് സ്ഥാപനം നടത്തി അതിനകത്ത് സംഭവിച്ച ഒരു കാര്യം അയാളുടെ പാർട്ട്ണർമാർ ചതിച്ചതുകൊണ്ട് അതെല്ലാം ഉപേക്ഷിച്ച് ഇയാൾക്ക് പോരേണ്ടതായിട്ട് വന്നു. പക്ഷേ എന്നാലും അയാളുടെ ആ ബ്രില്യൻസും വേവ് ലെങ്ത്തും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. ഈ CI ആൻ്റണിയുടെ മകനാണ് ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്യുന്നത്. അയാളൊരു സൈക്കോപാത്തായിരുന്നു. അയാൾ സൈക്കോപാത്ത് ആകാനുണ്ടായ കാരണം ഇതെല്ലാം കാണിക്കുന്നുണ്ട്, എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ സംഭാഷണത്തിലൂടെ ആണെങ്കിൽ പോലും അതാണ് ടെക്നിക്ക് എന്ന് പറയുന്നത്. സിനിമയുടെ സംബന്ധിച്ച് സിനിമാറ്റിക്കായിട്ടുള്ള ടെക്നിക്ക് ഒന്നുകിൽ കാണിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സംഭാഷണങ്ങളിലൂടെ അത് പുറത്തേക്ക് വരാം. അങ്ങനെ വന്നു അയാളൊരു സൈക്കോപാത്താണ് എന്നുള്ളത് അയാളുടെ സ്കൂൾ കാലഘട്ടം. ഇയാൾ ഈ CI ആൻ്റണി സർക്കിൾ ഇൻസ്പെക്ടർ ആൻ്റണിയുടെ ഭാര്യ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന പാപങ്ങളൊക്കെ ഞാനും എൻ്റെ മകനും കൂടി അനുഭവിക്കേണ്ടതായിട്ട് വരുമല്ലോ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവളുടെ ഈ ഫിലിപ്പ് എന്ന് പറയുന്ന ഈ കുട്ടിയെ അവിടെ സൃഷ്ടിക്കുന്നത്. അതോടുകൂടി അവൾ മേരി മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മേരി മരിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഈ കുട്ടിയാണ്. എന്തുകൊണ്ടോ ഇയാളുടെ ക്രൂരതകൾ മുഴുവൻ, ഇയാളുടെ ഫ്രസ്ട്രേഷൻസ് മുഴുവൻ, ഈ ആൻ്റണിയുടെ ഫ്രസ്ട്രേഷൻസ് മുഴുവൻ കുഞ്ഞു ചെറുപ്പം മുതലേ ഇവൻ്റെ ദേഹത്തായിരുന്നു പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. പല ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് അതാണ് മനസ്സിലാവുന്നത്. അങ്ങനെ വലുതായി കഴിഞ്ഞപ്പോൾ ഇയാൾ സൈക്കോപാത്തായി മാറി. ആ സൈക്കോപാത്താണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത്. എലിസബത്തിനെ കൊന്നതും ഐറിനെ കൊന്നതും ഒക്കെ ഇതാണ്. അതിലേക്ക് എത്തുന്നത് ഇയാൾ മറച്ചു പിടിച്ച ആ രഹസ്യങ്ങളിലേക്കൊക്കെ എത്തുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു ഫോണിംഗ് പരിപാടിയിലൂടെ. ഈ നമ്പർ എടുക്കുമ്പോൾ ആ നമ്പർ കിട്ടും, ആ നമ്പർ എടുക്കുമ്പോൾ വേറൊരു നമ്പർ കിട്ടും. അങ്ങനെ കണക്ട് ചെയ്ത് രസകരമായിട്ടുള്ള, നമ്മളത് തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കണ്ടാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അതെന്താണ് അതിൻ്റെ ആ ഒരു രസം എന്നുള്ളത്. തുടരും, നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, തുടരും എന്ന സിനിമയ്ക്ക് ശേഷം രസകരമായിട്ടെത്തിയ ഒരു സിനിമയാണ് ഈ സിനിമ. ഇവിടെ അതിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ അഭിനയ ചാതുര്യവും ഒക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചു. ഇവിടെ അഭിനയത്തിനല്ല ഇവിടെ പ്രസക്തി, ഇവിടെ ആ സംഭവങ്ങൾക്കാണ് പ്രസക്തി. പക്ഷേ ഒരഭിപ്രായം പറയാനുള്ളത്,
ഈ രാജീവിനെയും ഫിലിപ്പിനെയും നല്ല അഭിനേതാക്കളുടെ കൈകളിലേക്ക് കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് അഭിനയിക്കാൻ വേണ്ട കാര്യങ്ങൾ സംവിധായകൻ ഒരുക്കി കൊടുക്കാമായിരുന്നു. അത് സംഭവിച്ചിട്ടില്ല. അതും കൂടെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകളിൽ, സസ്പെൻസ് ത്രില്ലറായിട്ടുള്ള സിനിമകളിൽ പെരുമാറുക എന്നുള്ളതല്ല, പെരുമാറ്റത്തിനപ്പുറം ശകലം ഒരു കടത്തി ഉള്ള ഒരു അഭിനയ രീതികളൊക്കെ അഡാപ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ചില വില്ലൻ കഥാപാത്രങ്ങൾക്കെങ്കിലും അങ്ങനെ ഉള്ള അയാളുടെ മുഖം കാണിക്കുന്നുണ്ടല്ലോ. ചോര പുരണ്ട ഈ ഫിലിപ്പിൻ്റെ മുഖമൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും അഭിനയിക്കാനുള്ള ഒരു കുറച്ചുകൂടെ ഏണസ്റ്റായിട്ട് അഭിനയിക്കാനുള്ള കുറച്ച് സംവിധാനങ്ങളും കൂടി സംവിധായകൻ ഒരുക്കിയിരുന്നു എങ്കിൽ, ഇനി അങ്ങനെ ഒരുക്കിയില്ല എന്നുള്ളത് കൊണ്ട് പരാതിയില്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. ഇത് ആദ്യമധ്യാന്തം കണ്ടിരിക്കാവുന്ന ഒരു നല്ല സിനിമ തന്നെയാണ്.